കണ്ണൂർ പഴയങ്ങാടിയിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മാറി നൽകിയ മരുന്ന് കഴിച്ച് 8 മാസം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായി. ഡോക്ടർ കുറിച്ചു നൽകിയ കാൽപോൾ സിറപ്പിന് പകരം മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരൻ കാൽപോൾ ഡ്രോപ്സ് ആണ് നൽകിയത്. സിറപ്പിന്റെ അളവിൽ ഡ്രോപ്സ് നൽകിയതാണ് കുഞ്ഞിന്റെ ആരോഗ്യനില വഷളാക്കിയത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, ഗുഡ് ഈവനിങ്. ഈ വിഷയത്തിൽ ഈ ചെറിയ കുഞ്ഞ് അതിന്റെ കരളിനാണ് പ്രശ്നം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. അതും വളരെ ഗുരുതരമായ പ്രശ്നമാണെന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? ക്രിസ്റ്റീന, ആദ്യമായി തന്നെ ഈ കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നുണ്ട്. അരുൺ, തുടരാം. നമുക്ക് കേൾക്കാം. അരുൺ പറയുന്നത് വ്യക്തമായി കേൾക്കാം. ക്രിസ്റ്റീന, ആദ്യമായി തന്നെ ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഒരു മെച്ചപ്പെടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്നലത്തെ, അതായത് ഇപ്പോൾ കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോഴുള്ള അതിൽ നിന്നും നില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഡോക്ടർമാർ എന്തായാലും പറയുന്നത്. എന്തായാലും നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു. കരളിനാണ് നേരിട്ട് ഈ പ്രശ്നം ബാധിച്ചത്. അത് മരുന്ന് ഓവർഡോസായി മാറി. സ്വാഭാവികമായും അങ്ങനെ ഉണ്ടായൊരു പ്രശ്നമാണ് കുട്ടിക്കുണ്ടായത്. ഇതിൽ ഇപ്പോൾ എന്തായാലും അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ, പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെ അത് വ്യക്തമായിട്ടുണ്ട്. അതിനുശേഷമാണ് പോലീസ് കേസെടുത്തത്. ആരോഗ്യവകുപ്പ് ഒരു പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. അവിടെ എത്തി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. സിറപ്പാണ് ഡോക്ടർ എഴുതി നൽകിയത്, പക്ഷേ അവിടെ നിന്ന് നൽകിയത് ഡ്രോപ്സ് ആണ്. സ്വാഭാവികമായും അതിൽ ഓവർഡോസായി മാറുകയായിരുന്നു. എന്തായാലും ഒരു ചെറിയ വീഴ്ച, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായ ഒരു വീഴ്ചയിൽ നിന്നും ഒരു 8 മാസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിന് ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോയി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഈ ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരും അങ്ങനെയാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഇങ്ങനെയൊക്കെ മാറി നൽകാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അത്തരം അശ്രദ്ധ എങ്ങനെ ഉണ്ടാവുന്നു എന്ന തരത്തിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. എന്തായാലും കുഞ്ഞിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഈ വീഴ്ച സംഭവിച്ചവർക്കെതിരെ, ഈ അശ്രദ്ധക്കെതിരെ ശക്തമായ നിയമ നടപടി വേണം എന്നതാണ് ഈ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി ഈ കുഞ്ഞിന്റെ അച്ഛൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. ഡോക്ടർ നമ്മൾക്ക് മരുന്ന് കുറിച്ച് തന്ന് നമ്മളത് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി രാത്രിക്ക് ഒരു നേരം കൊടുത്തു. അത് 5 ml ആണ് കൊടുക്കേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. കാൽപോളാന്ന് 5 ml കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അത് കൊടുത്ത്. പിന്നെ അന്നേരം പനി കുറച്ച് കുറഞ്ഞിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ വീണ്ടും കൊടുത്ത്. പിന്നെ വൈകുന്നേരം പിന്നെ കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് മരുന്ന് തീർന്ന്, ആ ഡ്രോപ്സിൽ വരുന്നില്ല. അങ്ങനെ നമ്മൾ മരുന്ന് നോക്കുന്ന സമയത്താണ് കണ്ടത് ഇത് സിറപ്പല്ല, ഡ്രോപ്സ് ആണ്. മരുന്ന് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി, ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ കണ്ടപാട് പറഞ്ഞു ഇത് ഓവർഡോസായി പോയി, ഇത് ഞാൻ എഴുതിയ മരുന്ന് ഇതല്ല, ഞാൻ എഴുതിയത് സിറപ്പാണ്, ഇത് ഡ്രോപ്സാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒരു പിഴവ് പ്രത്യേകിച്ച് നമ്മളെപ്പോഴും അങ്ങനെ മനസ്സിൽ കരുതാറുണ്ട്. ഈ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ഇരിക്കുന്നവർ കൃത്യമായ ആ മരുന്ന്, അപ്പോൾ പലപ്പോഴും നമ്മൾ ഓരോ മെഡിക്കൽ സ്റ്റോറിലും ചെല്ലുമ്പോൾ ചിലർ പറയും ഈ ബ്രാൻഡ് അല്ല, ഈ കണ്ടന്റ് അല്ല, അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറെ വിളിച്ച് ചോദിക്കുമോ ഇത് മതിയോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, അങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ മെഡിക്കൽ സ്റ്റോർ ജീവനക്കാർ എത്രത്തോളം നമ്മുടെ ജീവൻ്റെ കാര്യത്തിൽ അവർക്കൊരു ജാഗ്രതയുണ്ടെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഞാൻ സ്ഥിരമായി പോകുന്ന ഒരു മെഡിക്കൽ സ്റ്റോറിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ കുറിപ്പില്ലാതെ കൊടുക്കില്ല എന്ന്. അപ്പോൾ ആര് വന്നാലും എത്ര വലിയ വ്യക്തിയാണെന്ന് പറഞ്ഞാലും അവർ പറയും ഡോക്ടറുടെ കുറിപ്പില്ലാതെ ആൻറ്റിബയോട്ടിക്സ് നൽകില്ല. അപ്പോൾ എനിക്ക് തോന്നി കാര്യങ്ങളിലൊക്കെ ചെറിയ അശ്രദ്ധയായിരിക്കും. ഒരു സിറപ്പ് എന്നുള്ളത് ഡ്രോപ്സ് എന്ന് മാറിയപ്പോഴേക്കും ആ മരുന്നിൻ്റെ വീര്യം കൂടുകയും കുഞ്ഞിൻ്റെ കരളിനാണ് അത് ബാധിച്ചത്.